ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പൂരി മസാല. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങുകൾ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. ഈ പൊട്ടറ്റോ വേവുന്ന സമയത്ത് നമുക്ക് പൂരിക്ക് വേണ്ടിയുള്ള മാവും കൂടെ കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും സൺഫ്ലവർ ഓയിലും ഈ മാവിൻ്റെ എല്ലാ സൈഡിലും ഒന്നാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ മാവിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് മാവ് കുഴച്ചെടുക്കാം. ഇളം ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇതിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ പൂരിക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് പൊട്ടറ്റോ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നപരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉഴുന്നപരിപ്പ് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയത്, ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി വരുന്ന പരുവത്തിലായാൽ മതി. ഇപ്പോൾ തന്നെ സവാള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ ചേർക്കാറുള്ളത് കൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയുടെ ഗ്രേവിക്ക് വേണ്ടിയുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെള്ളം പോലെയായിരിക്കുന്നത്, പക്ഷേ അത് സാരമില്ല. ഉരുളക്കിഴങ്ങൊക്കെ കുറച്ചൊന്ന് ഉടഞ്ഞ് നന്നായിട്ട് കുറുകി വരും. അതിന് കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ പൊട്ടറ്റോ മസാല റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് പൂരിയും കൂടെ പരത്തിയെടുക്കാം. നമ്മൾ പൂരിക്ക് വേണ്ടി റെഡിയാക്കി വെച്ച മാവിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഇത് മുഴുവനും ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് പൂരി പരത്തിയെടുക്കാം. ഞാനിപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഒന്ന് പരത്തിയെടുക്കണം. ഞാനിത് പൂരി മേക്കറിലാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പൂരിക്ക് പരത്തുമ്പോൾ ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ പൂരി മേക്കറിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു 2-3 തവണ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്.
തീരെ നൈസായിട്ടല്ല, കുറച്ച് കട്ടിയോടുകൂടി തന്നെയാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പൂരിയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ പൊട്ടറ്റോ മസാലയൊന്ന് റെഡിയായോ നോക്കട്ടെ. പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഈ ഒരു തിക്നെസ് മതിയാവും. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൂരി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡ് ഒന്ന് പൊങ്ങി വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരുപാട് സമയം എണ്ണയിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തിരിച്ച് മറിച്ചിട്ട് നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൂരിയും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പരത്തി വെച്ചിരിക്കുന്ന പൂരി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സ്റ്റൗ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, കാരണം ഈ ചട്ടിയും എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് പൂരി റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയും പൊട്ടറ്റോ മസാലയും റെഡിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്